നിമിഷപ്രിയ തീർച്ചയായും രക്ഷപ്പെടും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ദയനീയമായ ഈ വിയോഗത്തിൽ എത്രയേറെ മനപ്രയാസം അനുഭവിക്കുന്നു എന്നറിയില്ല. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നിമിഷപ്രിയയുടെ ജീവനുള്ളത്. ഇനിയൊരു കോടതിയില്ല. എന്നെ രക്ഷിക്കൂ എന്നുള്ള വാക്കിന് കേന്ദ്ര സർക്കാർ പോലും കൈമലർത്തിയ സാഹചര്യം. ഖുർആൻ ശരീഅത്ത് നിയമം നടപ്പിലാക്കുകയും അതിനാൽ തന്നെ വധശിക്ഷയ്ക്ക് പേര് കേൾക്കുകയും ചെയ്ത യമനിൽ നിന്ന് നിമിഷപ്രിയയെ അത്ര പെട്ടെന്നൊന്നും രക്ഷിച്ചെടുക്കാനാകില്ല. എന്നാൽ തമാശയാക്കിയും ട്രോളുകളിൽ ഉൾപ്പെടുത്തിയും ചിലർ അവഹേളിക്കുന്ന മഹാവാക്കുകളുണ്ട്. മനുഷ്യന്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഹബീബായ തങ്ങളുടെ വാക്കുകളെ ഉയർത്തിക്കാട്ടിയാലും അതിൻ്റെ പിന്നിലൂടെയും പുച്ഛിക്കപ്പെടുന്ന ചില മഹാന്മാർ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലോടുകൂടി നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ അടിയന്തര യോഗം നടക്കുന്നു. യമനിൽ സുപ്രധാന യോഗം ചേരുന്നു. സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഷെയ്ഖ് ഹബീബ് ഉമർ വിഷയത്തിൽ ഇടപെട്ടത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേസിൽ പരിമിതികളുണ്ടെന്ന് നിമിഷപ്രിയയെ വിട്ടു നൽകാൻ കുടുംബം അനുവദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ദിയാപണം ആവശ്യപ്പെട്ടാൽ മോചനത്തിനായി സഹായം നൽകാൻ തയ്യാറാണെന്ന് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ കുടുംബവും നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കി. റഹീമിൻ്റെ മോചനത്തിനായി ശേഖരിച്ച തുകയിൽ ബാക്കി വന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൈമാറും. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയാൽ ഏത് നിമിഷവും പണം കൈമാറുമെന്നും മഹാന്മാരുടെ വാക്കിൻ്റെ ശക്തി കൊണ്ട് നിമിഷപ്രിയയ്ക്ക് മോചനമുണ്ടാകട്ടെ. അങ്ങനെയെങ്കിലും ഇത് മഹത്തായ വാക്കുകളാണെന്നുള്ള കാര്യത്തിൽ ചിലർക്കെങ്കിലും ബോധ്യമുണ്ടാകട്ടെ. എന്തിനേയും അവഹേളിക്കുന്ന ചിലർക്ക് ഇതൊന്നും വലിയ കാര്യമുണ്ടാകില്ല. അതിൻ്റെ കാരണം അവർക്ക് ഇതിൽ നിന്നൊന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ കഴിയില്ല. നിമിഷപ്രിയയുടെ മോചനം തീർച്ചയായും സാധ്യമാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെ രക്ഷിച്ചെടുക്കാനെത്തുന്നവരെ കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ. മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ സാധ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ കുടുംബവും. ഈ ഒരു അവസാന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഉസ്താദിൻ്റെ ഒരു ഇടപെടൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതീക്ഷ വല്ലാതെ മങ്ങിയിരുന്ന ഒരവസരമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഉസ്താദിൻ്റെ ഇടപെടൽ. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ചില ബന്ധങ്ങൾ, അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് കുടുംബത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള വലിയ സഹായകരമാവുന്ന രീതിയിലേക്ക് ആ ഇടപെടൽ മാറിയിട്ടുണ്ട്. അത് വലിയ ഗുണം ചെയ്യും. അത് തീർച്ചയായും നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ടവരും വധശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരീഅത്ത് നിയമപ്രകാരം 3 കാര്യങ്ങളാണ്. 1, ശിക്ഷ നടപ്പാക്കുക. 2, കുടുംബം ദിയാധനം വാങ്ങി മാപ്പാക്കുക. അല്ലെങ്കിൽ കുടുംബം എന്ത് ചെയ്യുക, വെറുതെ വിടുക.